നാട്ടിൽ ആഘോഷങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു, മറുപുറത്ത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടത്തൊന്ന് തണുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ആ തണുത്തത് എന്തെങ്കിലും കുടിച്ച് ഒന്ന് ചൂട് അകറ്റിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു നമ്മൾ. അപ്പോഴിതാ നമ്മൾ കോഴിക്കോട്ടേക്ക് ഒന്ന് പോവുകയാണ്. കോഴിക്കോട് നിന്ന് ചില വിഭവങ്ങൾ സിനോജ് തോമസ് പരിചയപ്പെടുത്തും. എന്തൊരു ചൂടല്ലേ? ഭയങ്കര ചൂടാ. പൊള്ളുവാ, തലയൊക്കെ പൊള്ളുവാ. നമുക്ക് എന്താ കുടിച്ചാലോ? അതെ, കുടിക്കാം. എന്താ കുടിക്കുവാ? നമുക്ക് ടൗൺ ഹാളിന്റെ അടുത്ത് പോയാലോ? അവിടെ എന്താ നല്ല വത്തക്ക ജ്യൂസ് ഉണ്ട്. വത്തക്ക ജ്യൂസ്, വത്തക്ക വെള്ളം, മോരുമെള്ളോ? അതെവിടെ കിട്ടോ? CH അവിടെ ഉണ്ടല്ലേ? അവിടെ ജ്യൂസും കിട്ടും. നമുക്ക് കാര്യം ചെയ്യാം, 3 പേരുണ്ടല്ലോ, 3 കുടിക്കണം. എന്താ ഇവിടെ? ഇതാണ് റഷീദക്കൻ്റെ വത്തക്ക വെള്ളത്തിൻ്റെ ഹൈലൈറ്റ്. ഞാൻ പറയണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, ഗ്ലാസ് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഇത് കുടിച്ചിട്ട് മതിയായില്ലെങ്കിൽ ഇതിന് 25 രൂപയാണ്. ഇത് മതിയായില്ലെങ്കിൽ വീണ്ടും തരും. ഇതെങ്ങനെ മുതലാവുന്ന ഇങ്ങനെ കൊടുക്കുക? മുതൽ നോക്കിയിട്ടൊന്നുമില്ല കച്ചവടമൊന്നുമല്ല. ചൂടുകാലാണ് ഇപ്പോൾ ഉള്ളത്, ഉഷാറായിട്ട് കൊടുക്കുക. അതിൽ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ നോക്കലൊന്നുമില്ല. പല ആൾക്കാർ പല രീതിയിൽ വരുന്ന ആൾക്കാരായിരിക്കും. ദാഹിച്ച് വലിഞ്ഞ് വരുന്നതായിരിക്കും, വിശന്നിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഓരോ രീതിയിൽ. അപ്പം ഇവിടെ ചെയ്യുന്നത് ഇവിടെ വയറ് നിറച്ച് സാധനം കൊടുക്കും. അതിന് കുടിക്കുന്നവർക്ക് തൃപ്തി ഉണ്ടാവും, നമുക്ക് അതിനെക്കാട്ടി വലിയ തൃപ്തി ഉണ്ടാവും. ചൂട് ടോപ്പ് ചൂടാണ്. പക്ഷേ ആ ചൂടിന് അനുസരിച്ച് ഒരാളില്ല. കാരണം വെച്ചാൽ നോൻപ് മാസമാണ് ഒന്ന്. രണ്ടാമത് ചൂട് കൊണ്ട് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാത്തൊരു പ്രയാസം ഉണ്ട് ഇവിടെ. ചെറിയ എന്താ സീക്രട്ട് ഉണ്ടെന്ന് തോന്നല്ലേ? ഇതിൽ കസ്കസ് ഏലക്കായി മാത്രമേ ഇടുന്നുള്ളൂ. വെള്ളം ഉപയോഗിക്കുന്നില്ല. ഐസാണ്, ഫസ്റ്റ് ക്ലാസ് ഐസ് ഉപയോഗിക്കുക. ചൊരിഞ്ഞ് ഇട്ട് ഐസ് ഇട്ടിട്ട് അതിൽ ഏലക്കായും കസ്കസും ഇടുന്നുള്ളൂ. ഏതായാലും ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സൊക്കെ തന്നെ തണുത്തിരിക്കും. ഞാനും കുടിക്കട്ടെ. ഏതായാലും റഷീദക്കൻ്റെ ജ്യൂസ് അടിപൊളിയാണ്. റഷീദക്ക ഇത് എവിടുന്ന ബത്തക്ക കൊണ്ടത്? പാളയത്തു നിന്നാണോ? പാളയം കോഹിനൂർ ഫ്രൂട്ട്സ് ആണ്. നമ്മൾ ഇർഷാദ് ഭായി ആണ് അതിൻ്റെ മുതലാളി. ഡെയിലി എത്ര കിൻഡിൽ പോകും? ഡെയിലി ഇപ്പോൾ 1.5 കിൻഡലേ പോവുള്ളൂ. ഏതായാലും ടൗൺ ഹാളിൻ്റെ മുന്നിലുള്ള റഷീദക്കൻ്റെ കടയിൽ നിന്ന് ഞങ്ങൾ നേരത്തെ സാഗർ പറഞ്ഞ CH പാല ഇറങ്ങിയിട്ടുള്ള മോരും വെള്ളം ജ്യൂസൊക്കെ കിട്ടുന്നൊരു കടയുണ്ട്. അവിടേക്ക് ഒന്ന് പോയി നോക്കാം. രണ്ട് മോരും വെള്ളം. എങ്ങനെയാണ് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? കൂടുതലാണ് ഇപ്പോൾ. തണുപ്പിക്കാനാണോ അവിൽ മിൽക്ക്? അല്ല, ഞങ്ങൾ പിന്നെ കഴിക്കലുണ്ട്, ഇടയ്ക്ക് വന്ന് കഴിക്കുന്നത്. അവിൽ മിൽക്കാണ് ഇഷ്ടം, അതോ ജ്യൂസാണ് ഇവിടുത്തെ? അല്ല, ജ്യൂസ് ഇത് ഇന്നിപ്പോൾ അത് കഴിക്കുക. അധികം ജ്യൂസൊക്കെ കുടിക്കല്. ചൂടത്ത് ഒരു അവിൽ മിൽക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും. തണുപ്പ് കിട്ടും. ഇത് സാധാ മോരും വെള്ളമല്ല, ഒരു സ്പെഷ്യൽ മോരും വെള്ളമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്ത് ഇഞ്ചിയുണ്ട്, മുളകുണ്ട്, പുതിനയിലയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കൂട്ടുകളിട്ടുള്ള ഒരു സ്പെഷ്യൽ മോരുവെള്ളമാണ്. ഈ മോരുവെള്ളത്തിന് എത്രയാണ്? 20 രൂപയുള്ളൂ. ഇത് മാത്രമല്ല, പല ജ്യൂസുകൾ ഇവിടെയുണ്ട്. 20 രൂപയ്ക്ക് തുടങ്ങി 80 രൂപയ്ക്ക് മുകളിൽ വരുന്ന പലതരത്തിലുള്ള ജ്യൂസുകളുണ്ട്. അതിൻ്റെ ബോർഡുകളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കുമാണ് ഈ കടയിൽ, പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊക്കെ ഭയങ്കര തിരക്കാണ്. ഇത് കുടിച്ച് നോക്കണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് സാധാരണ ഇവിടെ വരാറുള്ളതാണോ? ഇല്ല, ഞങ്ങൾ എപ്പോഴെങ്കിലും ചൂടത്ത് ഇവിടുന്ന് ഒരു ജ്യൂസോ അല്ലെങ്കിൽ മോരുവെള്ളം കുടിക്കുന്ന കിടലിനായിരിക്കും. ആയിരിക്കും. ഓ, ചൂടാ പറയുന്നതിന് ചൂടാ. ആളുകൾ വെന്ത് പോകുന്ന സൈസ് ചൂടാ. ഓരോ വെള്ളം കുടിക്കും. പല വെറൈറ്റി ജ്യൂസുകൾ കിട്ടുന്ന കടയാണത്. ചെറിയ പൈസയുള്ളൂ. ചെറിയ പൈസയുള്ളൂ. അതായത് 20 രൂപയ്ക്ക്, അതായത് പൈസ ഇല്ലാത്തവർക്കും പഠിക്കുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ തന്നെ ചെറിയ പൈസയ്ക്ക് ചൂടാകറ്റാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് CH പാല ഇറങ്ങി വരുന്ന വഴിക്കുള്ള ചെറിയൊരു ജ്യൂസ് കട. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.